പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ലൈവിൽ വരുവാൻ ദൈവം സഹായിച്ചോർത്ത് സകലമൊത്തവും യേശുവിനെ അർപ്പിക്കുന്നു. എന്നോട് കൂടെ ഉള്ളത് ജോബിൻ മാത്രമല്ല, ഇന്ന് എൻ്റെ സഹോദരങ്ങളായ സിയാനുണ്ട്, അതുപോലെ സേറയുണ്ട്. രണ്ടുപേരും കൂടെ ചേർത്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പാടുന്ന ഓരോ പാട്ടുകളും നിങ്ങൾക്ക് വിടുതലിനും ആശ്വാസത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് 2-3 പാട്ടുകൾ പാടി ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ആദ്യം പാടുന്നത് ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശുനായക എന്ന സോങ്ങാണ്. ഞാൻ ഈ പാട്ട് ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതേ ഉള്ളൂ, എന്നാൽ ആദ്യമായിട്ടാണ് പാടുവാൻ പോകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. നമുക്കൊരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? സൗണ്ട് ക്ലിയർ ആണല്ലോ? ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് ആ പഴയ പാട്ട് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. മുൾക്കിരീടം ചാർത്തിയ ജീവനായക, ഉൾത്തടത്തിൽ തേങ്ങൽ നീ കേൾക്കുന്നില്ലയോ? ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. ജീവിതം മഹീതമാക്കുവാൻ മറന്നുപോയ മനുജനല്ലോ ഞാൻ. അറിഞ്ഞിടാതെ ഞാൻ ചെയ്ത പാപമോ നിറഞ്ഞ കണ്ണുനീർക്കണങ്ങളാ. അന്ധകാരവീതിയിൽ തള്ളിടല്ലേ രക്ഷക, അന്തരംഗം നൊന്തു തേടിതാ. അന്ധകാരവീതിയിൽ തള്ളിടല്ലേ രക്ഷക, അന്തരംഗം നൊന്തു തേടിതാ. ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ.
പുരുഷമോഹങ്ങൾ ഉപേക്ഷിക്കുന്നു ഞാൻ, ചെയ്ത പാപപ്രായശ്ചിത്തമാ. ഉലകിൽ വീണ്ടും ഞാൻ ഉലഞ്ഞു പോകില്ല, ഉടഞ്ഞൊരു പളുങ്കു പാത്രം ഞാൻ. എൻ്റെ ശിഷ്ടജന്മമോ നിന്റെ പാദലാളനം, എന്നും ആശ്രയം നീ മാത്രമേ. എൻ്റെ ശിഷ്ടജന്മമോ നിന്റെ പാദലാളനം, എന്നും ആശ്രയം നീ മാത്രമേ. ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക. യേശുനായക മുൾക്കിരീടം ചാർത്തിയ ജീവനായക, ഉൾത്തടത്തിൽ തേങ്ങൽ നീ കേൾക്കുന്നില്ലയോ. ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക. ചേർന്ന് പാടാമോ? ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നു ഞാൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളെ കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. കമൻസ് ചെയ്യുന്ന അനേകരുണ്ട്, അവർക്കെല്ലാം പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും ഒന്ന് രണ്ട് പഴയ സോങ് കൂടെ പാടി ആരാധിക്കാം. ആദ്യമായിട്ട് പാടുന്നത് പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. നമുക്ക് പ്രതിഫലം, നമ്മൾ ഇന്ന് ലോകത്തിലായിരിക്കുന്നു, യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ, നിങ്ങൾ കാണുമ്പോൾ യേശുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കിവിടെയല്ല പ്രതിഫലം. ഇവിടെ പലപ്പോഴും കഷ്ടം അല്ലെങ്കിൽ നിന്നയായിരിക്കാം ഉണ്ടാകുന്നത്. എന്നാൽ ആ സ്വർഗത്തിലെ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുന്നു എന്നാണ് പാട്ടുകാരൻ പറയുന്നത്. അതുകൊണ്ട് ഈ പഴയ പാട്ടാണ് എല്ലാവരും ചേർന്ന് പാടി നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് വിടുതലാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരുമിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ, ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ, വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ, നടുവാനതിൽ ദൂതരുമായി. വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ, നടുവാനതിൽ ദൂതരുമായി. ചേർന്ന് പാടാമോ? പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും ആളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. സ്വന്തം ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ വന്ന് ബന്ധിതരാക്കിയ ധാർമ്മികലാലുകൾ കന്തം വരുത്തിയിടുവാൻ, സ്വന്തം
പല പീഡകൾ ചെയ്തവരെ, സ്വന്ത ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ, വന്നു ബന്ധിതരാക്കിയ ധർമ്മികളാമവർ അന്തം വരുത്തിടുവാൻ, വന്നു ബന്ധിതരാക്കിയ ധർമ്മികളാമവർ അന്തം വരുത്തിടുവാൻ. ചേർന്ന് പാടാം. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം ഒഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയും മാറയും. ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശ എത്ര പേരുടെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലമുണ്ട്. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, എന്നാൽ പുതുയുഗം എനിക്ക് വേണ്ട വിരിയും, തിരികെ വരാതെ ഞാൻ നിത്യതയിൽ മറയും. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും, കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രികാലം സന്തോഷമായിരിക്കുന്നു? നിങ്ങൾക്ക് ആ ഒരു പ്രത്യാശ നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രികാലം പകരട്ടെ. ആ കാലമെല്ലാം കഴിയും, ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്ന കാലങ്ങളെല്ലാം കഴിഞ്ഞു, എന്നാൽ നമുക്കായിട്ടൊരു പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യത, ആ നിത്യത നമുക്കായിട്ട് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. ആ ഒരു പ്രത്യാശയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. വീണ്ടും ഒരു സോങ് കൂടെ പാടുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പാടി ആരാധിച്ചിട്ടുള്ള ഒരു സോങ്ങാണ്. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗം ഉണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ, അന്ത്യകാലം വന്നെടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്, ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ എന്നാണ് പാട്ടുകാരൻ പറയുന്നത്. ആ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാകുന്നു. എന്താണ് ചെയ്യേണ്ടത്? വീണ്ടെടുക്കപ്പെട്ട നിങ്ങൾ യേശുവിനെ അറിഞ്ഞ വ്യക്തികളായിരിക്കാം. എന്നാൽ യേശുവിനു വേണ്ടി, ആ രക്ഷകന് വേണ്ടി നാം ജീവിക്കുവാൻ, രക്ഷകന് വേണ്ടി വേല ചെയ്യുവാൻ തയ്യാറാകേണ്ട കാലമാകുന്നു. കാരണം ഇത് അന്ത്യകാലമാകുന്നു, പെന്തക്കോസ്തിൻ വേലയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ സ്വന്തം നാട്ടിൽ പോകുവാൻ യേശുവിന് വേണ്ടി ഞാൻ വേല ചെയ്യും, യേശുവിന് ഞാൻ മഹത്വം അർപ്പിക്കും എന്നൊരുമിച്ച് നമുക്ക് ദൈവത്തിന് പാടി ആരാധിക്കാം.
ആവേശത്തോടുകൂടി ചേർക്കണം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നടുത്തെ പെന്തക്കോസ്തിൻ വേലയാണ്. അന്ത്യകാലം വന്നടുത്തെ പെന്തക്കോസ്തിൻ വേലയാണ്. ചന്തമോടെ സേവ ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ. ചന്തമോടെ സേവ ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന് വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ട് കാത്ത് കാത്ത് നിന്നിടുന്നേ സോദരാ, നീ ഓർത്തിടുക. പൂർത്തിയായി നീ വേല ചെയ്ത് പാർത്തലം വെടിഞ്ഞു പോകാം. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ട്. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ട്. കാത്തു കാത്തു നിന്നിടുന്നേ സോദരാ, നീ ഓർത്തിടുക. കാത്തു കാത്തു നിന്നിടുന്നേ സോദരാ, നീ ഓർത്തിടുക. പൂർത്തിയായി നിൻ വേല തീർത്തു പാർത്തലം വെടിഞ്ഞു പോകാം. പൂർത്തിയായി നിൻ വേല തീർത്തു പാർത്തലം വെടിഞ്ഞു പോകാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ചേർന്ന് പാടാമോ? ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നും മാറല്ലേ. ഹല്ലേലൂയ. മന്നിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞവനെ നന്ദന്റെ വന്യപാദം എന്നും ഒന്നായി വന്ദിച്ചില്ല. ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. മന്നിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന, മന്നിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന നന്ദനന്റെ വന്യപാദം എന്നും ഒന്നായി വന്നിച്ചിടം. നന്ദനന്റെ വന്യപാദം എന്നും ഒന്നായി വന്നിച്ചിടം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ജപണം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നടുത്തെ പെന്തക്കോസ്തിൻ വേലയാണ്. അന്ത്യകാലം വന്നടുത്തെ പെന്തക്കോസ്തിൻ വേലയാണ്. ചന്തമോടെ സേവ ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ. ചന്തമോടെ സേവ ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യും. കരങ്ങളെ ചേർത്തിട്ടുണ്ട്. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നടുത്തെ പെന്തക്കോസ്തിൻ വേലയാണ്. അന്ത്യകാലം വന്നടുത്തെ പെന്തക്കോസ്തിൻ വേലയാണ്. ചന്തമോടെ സേവ ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ. ചന്തമോടെ സേവ ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഹല്ലേലൂയ. ഞങ്ങളെ കണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രത്യേക ദിവിൻ സാം, ബ്രദർ ആൻസൺ, ബ്രദർ മാത്യു പി ജോർജ്, ആൻസൺ ജോൺ, ലിജോ കെ സാം, വിപിൻ ബാബു, പ്രിയ, അക്ഷിത, മോസസ്, സിസ്റ്റർ മിനി ജോയ്,
സിസ്റ്റർ രേഖ, എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിനാധാരമായിട്ട് ഞാൻ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെഹെസ്കേൽ 18-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എതിർത്ത് കളവിൽ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെ, പുതിയൊരു ആത്മാവിനെ സമ്പാദിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഈ വാക്യം യെഹെസ്കേൽ പ്രവചനമാണ്, അതായത് ഒരു പ്രവചന ശബ്ദമാണ് ഈ വാക്യം. ഇതിൽ പറഞ്ഞിരിക്കുന്ന 31-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് പേർക്ക് അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമില്ലാത്ത ഒരുപാട് പേരുടെ മനസ്സിനെ വിഷമപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, അതിക്രമങ്ങൾ. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന വാക്യം എന്ന് പറയുന്നത് അതിനെ എറിഞ്ഞു കളയുന്നതാണ്. ഒരു വസ്തു നമ്മൾ എറിഞ്ഞു കളയുന്നത് എങ്ങനെ? ഇപ്പോൾ നമുക്ക് വേണ്ടാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾക്ക് ഉപയോഗശൂന്യമായിട്ട്, അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും എറിഞ്ഞു കളയും, നമ്മുടെ കയ്യിൽ നിന്ന് എറിഞ്ഞു കളയും. കാരണം അത് വേസ്റ്റാണ്, ഒരിക്കലും അത് ഇനി എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ എറിഞ്ഞു. ഒരു ഉദാഹരണത്തിന് ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അനേക പ്ലാസ്റ്റിക് കാര്യങ്ങളായിരിക്കാം, പേപ്പറായിരിക്കാം, അതെല്ലാം നമ്മൾ ഉപയോഗശൂന്യമായിട്ട് ശേഷം അത് എറിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അതിക്രമങ്ങൾ, ദൈവഹിതമല്ലാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ എന്തെങ്കിലും അവരുടെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ വേണ്ടാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അതിക്രമങ്ങളൊക്കെ എറിഞ്ഞു കളയുവാനാണ് പറയുന്നത്. കാരണം നമുക്ക് ദൈവഹിതമില്ലാത്തത്, നമുക്ക് ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും. അത് ചെറിയ കാര്യങ്ങളായിരിക്കാം, മൈന്യൂട്ട് കാര്യങ്ങളായിരിക്കാം ഉള്ളത്, പക്ഷെ അതെല്ലാം ഒന്ന് എറിഞ്ഞു കളയുവാനാണ് പറയുന്നത്. എറിഞ്ഞു കളയും. പിന്നീട് എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെ, പുതിയൊരു ആത്മാവിനെ സമ്പാദിച്ചുകൊള്ളും. അപ്പോൾ എറിഞ്ഞു കളയുമ്പോൾ എറിഞ്ഞു കളയുക മാത്രമല്ല ചെയ്യുന്നത്, പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവിനെ അത് സമ്പാദിക്കുവാൻ കൂടെയാണ് പറയുന്നത് ദൈവവചനം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ എല്ലാം വിട്ടു തിരിഞ്ഞു എന്ന് പറയുകയുണ്ടായിരിക്കുക. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിക്കുവാൻ തയ്യാറാകണം. നമ്മളുള്ള പലപ്പോഴും വിട്ടു എന്ന് പറയുമെങ്കിലും പലപ്പോഴും അതൊന്നും വിടാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടോ ദോഷം ചെയ്യുന്നവരായിരിക്കാം നമ്മൾ. എന്നാൽ പുതിയൊരു ഹൃദയം, പുതിയതായിട്ട് ദൈവം തരുന്ന ദൈവത്തിൻ്റെ ആ ഒരു ഹൃദയം, ദൈവത്തിൻ്റെ ഒരു ആത്മാവ്, ആ ആത്മാവിൻ്റെ ഹൃദയത്തെ സമ്പാദിച്ചു കൊള്ളുവാനാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മളിലുള്ള ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ എല്ലാം, അതിക്രമങ്ങളായ സകല പ്രവൃത്തികളെയും എറിഞ്ഞു കളഞ്ഞുകൊണ്ട് പുതിയ ഹൃദയത്തെ, പുതിയൊരു ആത്മാവിനെ സമ്പാദിക്കുവാൻ ഒരുമിച്ച് ഒരു തീരുമാനം നിങ്ങൾ എടുക്കാമോ? ഹൃദയത്തെ ഞാനിത് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ദൈവവചനമാണ്, ഒരിക്കലും ഞാനല്ല, എൻ്റെ സ്വന്തം ചിന്തയിൽ നിന്ന് പറഞ്ഞതല്ല, ദൈവവചനം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മുന്നിൽ. അതുകൊണ്ട് ഈ ഒരു തീരുമാനം, അതിക്രമങ്ങളായ എന്തൊക്കെ എന്നിലുണ്ടോ അതെല്ലാം ഒന്ന് എറിഞ്ഞു കളയുക. പുതിയൊരു ഹൃദയത്തെ, പുതിയൊരു ആത്മാവിനെ സമ്പാദിക്കുവാൻ ഞാൻ തയ്യാറെടുക്കുന്നു യേശുവേ. ഒരുമിച്ച് പറയാം. നമുക്കൊരുമിച്ച് ആ തീരുമാനത്തോടെ പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോബിൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ദൈവസ്നേഹിക്കുന്ന നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഈ സമയം സന്ധ്യ കടന്നൊരു ദൈവയുടെ അക്കർവയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ പാടിയ പാട്ടുകൾ, പറഞ്ഞ വചനങ്ങൾ ഞങ്ങളെ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായി നമ്മെ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കണ്ട് സന്തോഷിപ്പാൻ ദൈവയുടെ ആയിരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എവിടെ ആയിരുന്നാലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവരെ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ മനസ്സിൽ ഭാരം വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവം അവർക്ക് വിടുതലയച്ച കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന ഞാൻ വേണ്ടിക്കാൻ സ്തോത്രം. യേശുവിൻ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്ര
ഇത്രയും നേരം ഞങ്ങളോട് ജോയിൻ ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ ലൈവുകൾ കാണുക, നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ എന്നോടുകൂടെ സപ്പോർട്ട് ചെയ്യുന്ന ജോബിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാ ദിവസവും ഞങ്ങളോട് ലൈവ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. അതുപോലെ ഇന്ന് ഞങ്ങളോട് ഉണ്ടായിരുന്നു 2 പേർ, സിയാൻ ആൻഡ് സേറ. രണ്ടുപേരും കരങ്ങളെ ചേർത്തിട്ട് സേറ നല്ല രീതിയിലായിരുന്നു ആരാധിച്ചുകൊണ്ടിരുന്നത്. കൂടുതൽ കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് കൂടുതൽ സമയം നിൽക്കത്തില്ല അവർ, അപ്പോൾ അതുകൊണ്ടാണ് പോയത്. അവരെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും ദൈവം അതിക്രമങ്ങളിലെ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് പുതിയ ഹൃദയത്തെ, പുതിയ ആത്മാവിനെ നമുക്ക് സമ്പാദിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം, ഒരുമിച്ച് ആ തീരുമാനമെടുക്കാം. വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൈവ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.